പരിമിതികൾക്കിടയിലും തളരാത്ത മനസ്സുമായി വിജയക്കുതിപ്പ് തുടരുകയാണ് കോഴിക്കോട് സ്വദേശി ആര്യ രാജ്. സെറിബ്രൽ പാഴ്സിയിലൂടെ ചലനശേഷി നഷ്ടപ്പെട്ടുവെങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ തിരുവനന്തപുരം ഐസറിൽ നിന്ന് മിന്നും വിജയം കരസ്ഥമാക്കി ആസ്ട്രോബയോളജി പഠിക്കാൻ വിദേശത്തേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയാണ് ആര്യ. എനിക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. എൻ്റെ ചേട്ടൻ പഠിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ക്രിസ്മസ് പങ്കെടുക്കുന്നത്. മറ്റു കുട്ടികൾക്കിടയിൽ ഈ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ഒരു കാലത്ത് ചോദിച്ചവർ കാണണം ആര്യയുടെ ഈ വിജയം. സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് 10ലും +2വിനും മുഴുവൻ മാർക്കും നേടിയ മിടുക്കിക്ക് തിരുവനന്തപുരം ഐസറിൽ പഠിക്കുകയെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഐസറിൽ നിന്നും ഇരട്ട കോഴ്സുകളിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ സന്തോഷമുണ്ട് ആര്യയുടെ മുഖത്ത് ഇപ്പോൾ. അവൾ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് ഐസറിൽ പഠിക്കണം എന്ന്. നമുക്കന്ന് ഐസറിനെ പറ്റിയൊന്നും അറിയില്ല, എന്താണ് ഐസർ എന്ന് പോലും അറിയില്ല. അപ്പോൾ അതിന് പ്രചോദനമായത് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ USS പരീക്ഷയിൽ ടോപ്പർ എന്നുള്ള രീതിയിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് പ്രോഗ്രാമും സർക്കാരിൻ്റെ ഇതിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ULCCയുടെ ആഭിമുഖ്യത്തിലുള്ള വാഗ്ബടാനന്ദ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ക്ലാസ്സുകൾ, സെമിനാറുകൾ, അതുപോലെ ക്യാമ്പുകളൊക്കെ. പിന്നീട് അവിടെ നിന്ന് കുറച്ചൊരു എഴുത്ത് പരീക്ഷയിലൂടെ UL സ്പേസ് ക്ലബ്ബ്, അതും ULCCയുടെ ആഭിമുഖ്യത്തിലുള്ള, അതിലൂടെ കുറച്ചുകൂടി ആസ്ട്രോണമി കൂടുതൽ റിലേറ്റഡ് ആയിട്ട് ആ രീതിയിൽ ഇതേപോലെ നല്ല സെമിനാറുകളും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ക്വിസൊക്കെ ഉണ്ടാവും. നല്ലൊരു ടീമായിട്ട് അവിടെ നിന്നാണ് ISROയുടെ മുൻ ഡയറക്ടറായിട്ടുള്ള കുട്ടി സാറിനെ കാണുന്നത്. സർഗാലയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് വലിയൊരു വഴിത്തിരിവായി. മകളെ നോക്കാനായി സിവിൽ എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച അച്ഛൻ രാജന്റെയും PWDയിൽ എഞ്ചിനീയറായിട്ടും മകളുടെ വിദ്യാഭ്യാസത്തിനായി മാത്രം ട്രാൻസ്ഫർ വാങ്ങി ഒപ്പം നിന്ന അമ്മയുടെയും വിജയമാണിത്. ഇപ്പോൾ ഐസറിൽ നല്ല BSMS, അത് ഡുവൽ ഡിഗ്രിയാണ്. അത് ബയോളജിയിലും മൈനർ പ്രൊജക്റ്റ് ബയോളജിയിലാണ്. ബയോളജിയും നല്ല ഒരു പ്രസൻറ്റേഷൻ നടത്തി. അവിടെ എക്കോളജി ആൻഡ് എവല്യൂഷൻ ലാബിൽ ഹേമ മാം അവർ ലാബിൽ ആർക്ക് ഇപ്പോൾ 2 ഡുവൽ ഡിഗ്രിയാണ് ഐസറിൽ. അപ്പോൾ മാസ്റ്റേഴ്സ് ബയോളജിയിലും PhDക്ക് പോകാൻ പറ്റും, ഫിസിക്സിൽ മേഖലയിലും PhDക്ക് പോകാൻ പറ്റും. സ്വന്തമായി എഴുതാനും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും ആര്യയ്ക്ക് കഴിയും. സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷ എഴുതുന്നത്. ആസ്ട്രോബയോളജിയിൽ എക്സോ പ്ലാനറ്റിൽ ഗവേഷണം നടത്തുകയെന്ന അടുത്ത സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുകയാണ് ആര്യ. തോൽക്കാൻ മനസ്സിലാത്തവർക്ക് മുന്നിൽ ലോകം തന്നെ കീഴടങ്ങുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ആര്യ. പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട് ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണവൾ. ദീപു മന്നാറിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.